ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി പോകുന്നത് ഗാലറി സ്വൈപ്പ് എഫക്റ്റ് ആണ്. ഒരുപോലെ നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ആയിട്ടും ട്രാൻസിഷൻ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളിത് ക്രിയേറ്റ് ചെയ്യേണ്ടി പോകുന്നത് ഫിനുമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. അടിപൊളി ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഇൻസിറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിയൽ ഫോളോവേഴ്സും റിയൽ ലൈക്സും കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻസ് വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൽ കോയിൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഉണ്ട്, ഗെറ്റ് ലൈക്സും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോളോവേഴ്സിന് ലൈക്സും ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഫോളോവേഴ്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ലൈക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് ലൈക്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോവും ലൈക്കും ചെയ്യാണ്ട് കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലെങ്ങനെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫോളോവേഴ്സിന് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഒരുപാട് ഫോളോവേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം അത്രയും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും ഇങ്ങനത്തെ ഫോളോവേഴ്സിനെ കയറ്റാണ്ടിരിക്കുക. അത് നിങ്ങളുടെ റീച്ചിനെ നന്നായിട്ട് ബാധിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങൾ ഫിനുമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യണം. സോ ഞാനിവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് റേഷ്യോ ചോദിക്കും. ഞാനിപ്പോൾ 1:1 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 4 സെക്കൻഡാണ് കൊടുക്കുന്നത്. കറക്റ്റ് 4 സെക്കൻഡാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബ്ലൂ ബട്ടൺ. ആ ഒരു ബ്ലൂ ബട്ടൺ ആയിട്ടുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും എലമെൻറ്റ് ലൈബ്രറീൻ്റെ മുകളിലായിട്ട്. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ട് വരും. സോ നിങ്ങൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു 3 ഇമേജസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. തേർഡ് ഇമേജ്. ഇങ്ങനെ ഞാൻ 3 ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സെക്കൻഡാണ് ഡ്യൂറേഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഇമേജസും അതേപോലെ തന്നെ 4 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജസ് കുറച്ച് വലുതാക്കണം, കുറച്ചും കൂടി സ്കെയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീ ഫ്രെയിമിൽ പോയിട്ട് ട്രാൻസ്ഫോം കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഈ ഒരു സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക. കൂടുതലായിട്ട് കൊടുക്കരുത്, വലുതാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക. അതിൽ കീ ഫ്രെയിമിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ആ ഒരു ട്രാൻസ്ഫോം നമ്മൾ അടിയത്തെ ലെയറിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എല്ലാ ലെയേഴ്സും നമ്മൾ കറക്റ്റ് സ്കെയിലായിട്ടുണ്ടാവും. കറക്റ്റ് അതേ രീതിയിൽ തന്നെ സ്കെയിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ആ ഒരു ചെറിയ കുട്ടി, ടോം ഹോളണ്ട് ചെറിയ കുട്ടിയായിട്ടുള്ള ഫസ്റ്റ് ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കീ ഫ്രെയിമിൽ പോയിട്ട് ഞാൻ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം പൊസിഷനിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒരു ലെയറാണ് എനിക്ക് സെൻറ്ററിൽ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ലെയർ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഞാൻ ആ ഒരു രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് എനിക്ക് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ട്രാൻസ്ഫോമിൽ പോയിട്ട് പൊസിഷനിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഡ്യൂറേഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് ലെയർ എന്താണ് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കറക്റ്റായിട്ട് വന്നാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാരൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3 ലെയേഴ്സും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പാരൻ്റ് ലെയറിൽ എന്ത് ചെയ്താലും ആ ഒരു 3 ലെയേഴ്സിലും വരും. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്ഫോമിൽ പോവുക. ട്രാൻസ്ഫോമിൽ പോയിട്ട് നമ്മൾ പൊസിഷനിലാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. 1:2 നടുവിലായിട്ട് സെൻറ്ററിൽ 1:2 സെൻറ്ററിലായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. സോ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിലോട്ട് വന്നതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് കീ ഫ്രെയിം ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഫസ്റ്റ് ലെയർ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറിലോട്ട് വരുന്ന രീതിയിൽ കാണാൻ പറ്റും.
അപ്പോൾ ആ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്രാഫ് ആഡ് ചെയ്യണം, നല്ലൊരു ഗ്രാഫ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഗ്രാഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും അടിയിലായിട്ടുള്ള സെൻറ്ററിലുള്ള ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ കാണാൻ കുറച്ച് വൃത്തി ഉണ്ടാവും. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബാക്ക് വരാം. അതിനുശേഷം നമ്മൾ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പാരൻറ്റ് ലെയറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാരൻറ്റ് 1 നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫോമിൽ പോവുക. പൊസിഷനിൽ പോയിട്ട് നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നാമത്തെ സെക്കൻഡ്, അതായത് 0.01 എന്ന് പറഞ്ഞ സെക്കൻഡിൽ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം 2ൻ്റെയും 3ൻ്റെയും നടുവിലായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് 23ൻ്റെയും സെൻട്രലായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഈ ഒരു കീ ഫ്രെയിമിൽ ജസ്റ്റ് നമ്മുടെ 3ാമത്തെ ലെയർ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഏത് ഗ്രാഫാണോ ആഡ് ചെയ്തത് അതേ ഗ്രാഫ് തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഏറ്റവും അടിയിലുള്ള സെൻറ്റർ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ വീഡിയോ കാണാനായിട്ട്. കറക്റ്റ് ഒരു സ്മൂത്തിൽ നമ്മൾ വീഡിയോ പോകുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു ലെയറിൽ, അതായത് ഈ ഒരു ഗ്രൂപ്പ് ലെയറിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നമ്മുടെ മെയിൻ പ്രോജക്റ്റിലോട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒരു ഗാലറിയുടെ പോലത്തെ ഒരു സംഭവം ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മളിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എലമെൻറ്റ് ലൈബ്രറി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇത് ആഡ് ചെയ്യുക. സോ ജസ്റ്റ് ആദ്യം ക്ലിക്ക് ചെയ്താൽ ആ ഒരു സംഭവം ഇതിലോട്ട് വരും. അപ്പോൾ നമുക്കിത് വലിയുന്നില്ല. അപ്പോൾ ഈ ഒരു 1 സെക്കൻഡ് വരെ വരുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലോട്ട് പോവുക. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 4 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2ാമത്തെ ലെയറും 4 സെക്കൻഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ലെയർ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലെയറിലാണ് കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റിലോട്ട് വരിക, കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോമിൽ പോവുക. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൊട്ടേഷനിലാണ് നമ്മളിവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 1ൻ്റെയും 2ൻ്റെയും നടുവിലായിട്ട് പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നമ്മളൊരു 5 ആക്കി കൊടുക്കുക. 5 ഇവിടെ നമ്മൾ പോയിട്ട് ഇവിടെ നമ്മൾ -ആണ് കൊടുത്തത്, ഇവിടെ നമ്മൾ +5 ആക്കി കൊടുക്കുക. കണ്ടോ? ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഫ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ മൊത്തമായിട്ട് ആ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. സോ അവിടെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇനി നമ്മൾ ടിക്ക് ക്ലിക്ക് ചെയ്യാം, ബാക്ക് വരാം. ഇനി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, പാരൻറ്റ് ലെയർ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലാണ് ട്രാൻസ്ഫോമിൽ പോയിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇവിടെ വന്നിട്ട്, അതായത് 1ാമത്തെ സെക്കൻഡിലോട്ട് വന്നിട്ട് റൊട്ടേഷൻ എടുക്കുക. അതിനുശേഷം കറക്റ്റ് 10 ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇതിലും ഗ്രാഫ് ആഡ് ചെയ്യണം. സോ നമ്മൾ ഏറ്റവും അടിയിലുള്ള സെൻറ്ററിലുള്ള ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗാലറി സ്വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞത് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു ഓവർലേ ആഡ് ചെയ്യണം. സോ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻറ്റ് ലൈബ്രറി പോയിട്ട് ക്യാൻഡിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓവർലേസ് കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ഓവർലേ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ ഒരു ഓവർലേ എടുത്തിട്ട് ഏറ്റവും അടിയിലോട്ട് ലെയറിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കത് അവിടെ വന്നിട്ടുണ്ട്. ഇനി കീ ഫ്രെയിമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാലറി സ്വൈപ്പ് എഫക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഷാഡോ ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം കീ ഫ്രെയിമിൽ പോയിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ഷാഡോ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഷാഡോ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ഷാഡോ ആഡ് ചെയ്തതിന് ശേഷം ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലർ ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ,
ഇനി നിങ്ങൾക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീ ഫ്രെയിമിൽ പോയിട്ട് ട്രാൻസ്ഫോമിൽ പോവാം. അതിന് ഷെറ്റ് അടിയിലായിട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ മോഷൻ ബ്ലർ കാണാൻ പറ്റും. ജസ്റ്റ് അതൊരു 50 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് സ്മൂത്ത്ലി കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാലറി സ്വൈപ്പ് എഫക്റ്റ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.